പീഡന പരാതിയിൽ പ്രക്ഷോഭ വത്സനെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു കോൺഗ്രസ് എന്ന വാർത്ത വരുന്നു. ഫസ്റ്റ് ഓൺ റിപ്പോർട്ട്. കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തതായി DCC പ്രസിഡന്റ് എ തങ്കപ്പൻ അറിയിച്ചു. ലൈംഗിക പീഡന പരാതി ഉയർന്നതിനെ തുടർന്നാണ് നടപടി. ഇക്ബാൽ ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഇക്ബാൽ, ഗുഡ് മോർണിംഗ്. ഇക്ബാൽ, പ്രക്ഷോഭനെ സസ്പെൻഡ് ചെയ്തു, അത് സ്വാഭാവികമാണ്, നമ്മൾ പ്രതീക്ഷിച്ചു. ഈ പ്രക്ഷോഭം ഇപ്പോഴും ഒളിവിലാണോ? അയാൾ ചെയ്ത ഗുരുതരമായൊരു കുറ്റകൃത്യമുണ്ട്. അത് ഒന്ന് ദളിത് പെൺകുട്ടിയാണ്, ആ പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തു എന്നുള്ളതാണ് ആ കുട്ടിയുടെ പരാതി. അത് വീണ്ടും രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം കത്തി നിൽക്കുമ്പോഴാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ അനുയായി തന്നെ വീണ്ടും മറ്റൊരു കെണിയിൽ പെടുന്നത്, വീണ്ടും മറ്റൊരു കേസിൽ പെടുന്നത്. ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്നുള്ള വിവരമാണോ? കോൺഗ്രസ് അല്പം പ്രതിരോധത്തിലാണോ പ്രക്ഷോഭിന്റെ വിഷയത്തിൽ? ഇക്ബാൽ, ഗുഡ് മോർണിംഗ്. അരുൺകുമാർ, ഗുഡ് മോർണിംഗ്. തീർച്ചയായും രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട്ടിന്റെ MLA ആയിരിക്കുന്നതിനിടയിലായിരുന്നു ഇത്തരത്തിൽ ലൈംഗിക പീഡന പരാതി വരികയും പിന്നീട് രാഹുലിനെ കോൺഗ്രസ് പുറത്താക്കുന്ന കാര്യങ്ങളെല്ലാം ഉണ്ടാവുകയും ചെയ്തു. പിന്നീട് രാഹുൽ ജയിലിൽ കടന്നിരുന്നു. ഇപ്പോഴത്തെ രാഹുലിന്റെ പാലക്കാട്ടെ ഏറ്റവും അടുത്ത അനുയായിയായിട്ടുള്ള പ്രക്ഷോഭ് സി വത്സനെതിരെയാണ് സമാന രീതിയിൽ ഒരു ലൈംഗിക പീഡന പരാതി വന്നിരിക്കുന്നത്. SC വനിതയാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിക്ക് ഈ പ്രക്ഷോഭിനെതിരെ ഇത്തരത്തിലൊരു പീഡന പരാതി നൽകുകയും ചെയ്ത് പോലീസിന്റെ അന്വേഷണം നടക്കുകയാണ്. പ്രക്ഷോഭ് ഒളിവിലാണ് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. യുവതിയുടെ രഹസ്യമൊഴി ഉടൻ തന്നെ പോലീസ് രേഖപ്പെടുത്തും. കോൺഗ്രസ് വലിയ രീതിയിൽ ഈ പ്രക്ഷോഭത്തിനെതിരായിട്ടുള്ള പരാതി കൂടി പുറത്തു വന്നതോടുകൂടി പാലക്കാട് പ്രതിസന്ധിയിലായിരിക്കുകയാണ്, പ്രതിരോധത്തിലായിരിക്കുകയാണ്. പാലക്കാട് ഒരു ശക്തമായിട്ടുള്ള ത്രികോണ മത്സരം നടക്കുന്നതിനിടയിലാണ് ഇപ്പോൾ ഈ അതിജീവിതയുടെ പരാതി കോൺഗ്രസിന് വലിയ രീതിയിൽ തലവേദന ആവുന്നത്. റിപ്പോർട്ടർ TVയിലൂടെയാണ് പ്രക്ഷോഭിൽ നിന്നും നേരിടേണ്ടി വന്ന ഈ ക്രൂരത ആ അതിജീവിത തുറന്നു പറഞ്ഞത്. വളരെ മോശം രീതിയിലാണ് തന്നോട് പെരുമാറുന്നത്, ജോലി വാഗ്ദാനം ചെയ്തായിരുന്നു, പീഡനം എന്നെല്ലാം അതിജീവിത കരഞ്ഞുകൊണ്ട് തുറന്ന് പറയുകയായിരുന്നു. ഏതായാലും ഈ അതിജീവിതയുടെ വെളിപ്പെടുത്തൽ വന്നതിന് പിന്നാലെ തന്നെ ഇപ്പോൾ കോൺഗ്രസ് ആ വിഷയത്തിൽ ഒരു നടപടി സ്വീകരിച്ചിരിക്കുന്നു. പ്രക്ഷോഭിനെ കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. പാലക്കാട് DCC അധ്യക്ഷൻ എ തങ്കപ്പന്റേതാണ് ഇപ്പോൾ തീരുമാനം. ലൈംഗിക പീഡന പരാതിയെ തുടർന്നാണ് ഇത്തരത്തിലുള്ള നടപടി എന്നുള്ളതാണ് ഇപ്പോൾ DCC അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. നിലവിൽ പാലക്കാട് നഗരസഭയിലെ 24-ാം വാർഡിലെ കോൺഗ്രസ് കൗൺസിലറാണ് പ്രക്ഷോഭ്. അന്ന് പ്രക്ഷോഭിന് ഈ സ്ഥാനാർത്ഥിത്വം നൽകരുതെന്ന് പറഞ്ഞുകൊണ്ട് ഈ 24-ാം വാർഡ് കുന്നത്തൂർ മേടിഞ്ഞോർത്തിലെ ഒരുപാട് കോൺഗ്രസ് പ്രവർത്തകർ രംഗത്തേക്ക് വന്നത് നമ്മൾ റിപ്പോർട്ട് ചെയ്ത വിഷയമായിരുന്നു. അന്ന് പ്രക്ഷോഭിനെതിരെ പല പരാതികളുമുണ്ട്. പ്രക്ഷോഭിനെ ഒരിക്കലും ആ സീറ്റ് അനുവദിക്കരുത്, ഒരിക്കലും ഒരു നേതാവിന്റെയും നോമിനിയാണെന്ന് പറഞ്ഞുകൊണ്ട് പ്രക്ഷോഭിനെ ആ സീറ്റ് അനുവദിക്കരുത് എന്നുള്ളതായിരുന്നു അന്നത്തെ കോൺഗ്രസ് നേതാക്കളെല്ലാം പറഞ്ഞിരുന്നത്. പക്ഷേ ഒരു വിഭാഗം നേതാക്കൾ, പ്രത്യേകിച്ചും രാഹുൽ മാങ്കൂട്ടത്തിൽ ഉൾപ്പെടെയുള്ള ആളുകളെല്ലാം ചേർന്നുകൊണ്ടൊരു തീരുമാനമെടുത്ത് പ്രക്ഷോഭിനെ അവിടെ മത്സരിപ്പിക്കുകയായിരുന്നു. ഏതായാലും അതിനെല്ലാം ശേഷമാണ് ഇപ്പോൾ ആ പ്രക്ഷോഭിനെതിരെ അന്ന് ഉന്നയിച്ച ആരോപണങ്ങൾ ഇപ്പോൾ പരാതിയായി ഉയർന്നു വന്നിരിക്കുന്നത്. ആ അതിജീവിതയുടെ രഹസ്യമൊഴി ഉടൻ തന്നെ രേഖപ്പെടുത്തും. അതിനുശേഷം പിന്നീട് പ്രക്ഷോഭിനെതിരെ കടുത്ത നടപടികളിലേക്ക് നീങ്ങാനാണ് കോൺഗ്രസ്